ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. വിഷു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകം. വിഷു വാർഷിക വിളവെടുപ്പ് കാലത്തിൻ്റെ ഉത്തമ ഉദാഹരണം. അതിൻ്റെ പ്രതീകമായിട്ടാണല്ലോ നാം വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, വിഷുവിന് മുന്നോടിയായിട്ട് നമ്മുടെ വീടുകളിൽ ചിലത് ചെയ്യുവാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീടുകളിൽ വിഷുവിന് മുന്നോടിയായിട്ട് വിഷുവിന് മുൻപായിട്ട് വീടുകൾ നല്ല പോലെ വീട് വൃത്തി വരുത്തി ചിലന്തി വലകളും മാറാലുകളും ഒക്കെ തൂത്ത് വൃത്തിയാക്കി മാറ്റണം. കാരണം ഈ ചിലന്തി വല ഉള്ളിടത്ത് മൂദേവിയാണ് വസിക്കുന്നത്. അതുപോലെ ലക്ഷ്മി ദേവി വസിക്കണമെങ്കിൽ വൃത്തിയുള്ളിടത്തേ ലക്ഷ്മി വസിക്കൂ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഉള്ള ഉണങ്ങിയ ചെടികളും എന്തെങ്കിലും കളകളോ ഒക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം പറിച്ച് വൃത്തിയാക്കി നല്ല ഐശ്വര്യത്തോടെ ഇടണം. അതുപോലെ തന്നെ തുളസി ഇലയ്ക്ക് എന്തെങ്കിലും ഒരു വാട്ടമോ ഉണങ്ങിയതോ ആയ തുളസി ഉണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ മുറ്റത്ത് കാണുവാനായിട്ട് പാടില്ല. അതും പറിച്ച് നീക്കി ആ സ്ഥാനത്ത് ഒരു നല്ല ഒരു തുളസി നട്ടുപിടിപ്പിക്കുകയാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മൾ അത് കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ നല്ലൊരു കണിയൊക്കെ കണ്ട് വിഷുവിൻ്റെ അന്ന് ആരംഭ ദിനത്തിൽ നമ്മൾ കണിയൊക്കെ കണ്ട് മുറ്റത്തിറങ്ങുമ്പോൾ ഈ ഉണങ്ങിയ ചെടികളൊക്കെ കാണുന്നത് വളരെ അശുഭകരമാണ്. അതുകൊണ്ട് നല്ലപോലെ അതെല്ലാം ഐശ്വര്യമായിട്ട് മുറ്റമൊക്കെ വൃത്തിയാക്കണം. അതുപോലെ തന്നെ മുറ്റം തൂക്കുന്ന ചൂല് അത് തീരാറായതോ പഴകിയതോ ആണെങ്കിൽ അത് മാറ്റണം. പൊട്ടിയ ചെരുപ്പ് ഇതൊക്കെ മുറ്റത്ത് നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യ കാര്യമാണ്. കാരണം നമ്മൾ ഇറങ്ങി വരുമ്പോഴേ ഇതൊക്കെ കാണുന്നത് ഒരു അശുഭകര ലക്ഷണമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൂജാമുറിയിൽ നമുക്ക് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ മറ്റ് ദേവീ ദേവന്മാരുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പൂജാമുറിയിൽ നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം വാങ്ങിച്ചത് അതിൻ്റെ ആ ഇലയും പൂവും ഒക്കെ ചിലപ്പോൾ ഉണങ്ങി നമ്മൾ ഭദ്രമായിട്ട് പൂജാമുറിയിലാണ് കൊണ്ടുവയ്ക്കുക. അതുപോലെ പഴകിയ പ്രസാദമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റി നല്ല വൃത്തിയാക്കുക. അത് ഭഗവാന്റെ അടുത്ത് നമ്മൾ ഓരോ ഫോട്ടോയും വിഗ്രഹവും വെക്കുന്നതിൻ്റെ ആ സ്ഥലത്ത് വിരിച്ചിരിക്കുന്ന തുണിയോ അല്ലെങ്കിൽ അത് മഞ്ഞ തുണിയോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി അവിടെ ഒരു പുതിയ പേപ്പറുകളോ അല്ലെങ്കിൽ തുണികളോ ഒക്കെ വിരിച്ച് വിഷുവിന് നമ്മൾ പൂജാമുറി നല്ല വൃത്തിയായിട്ട് ഇടേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ കേടായ ക്ലോക്കുകളോ പൊട്ടിയ ചില്ല് പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും വിഷുവിന് മുൻപായിട്ട് തന്നെ എടുത്തു മാറ്റാം. കാരണം ഇവയൊക്കെ ഇരിക്കുന്നത് ഒരു അശുഭകര ലക്ഷണമാണ്. അതുകൊണ്ട് ഇതെല്ലാം മാറ്റേണ്ടതാണ്. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ തൊഴുത്തിൽ അത് നമ്മുടെ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ ഇഷ്ടഭാജനമാണ് ഗോക്കൾ. അപ്പോൾ അവയെല്ലാം നല്ലപോലെ കുളിപ്പിച്ച് ഗോശാലയൊക്കെ നല്ലപോലെ വൃത്തിയാക്കി അത് പറ്റുമെങ്കിൽ മഞ്ഞൾ വെള്ളം കൊണ്ടൊന്ന് തളിച്ച് വൃത്തിയാക്കി നല്ലതുപോലെ ഗോശാല വൃത്തിയാക്കുന്നത് വളരെയധികം ഐശ്വര്യം നമുക്ക് കൊണ്ടുതരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ പഴകിയ അരിയോ ധാന്യങ്ങളോ പയറുവർഗ്ഗങ്ങളോ ഒക്കെ നമ്മുടെ ടിന്നിൻ്റെ അകത്തോ പാത്രത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൂപ്പൽ കയറിയതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കും. അച്ചാറ് അങ്ങനെയുള്ളതൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ നല്ല ടിന്നുകളൊക്കെ നല്ലപോലെ കഴുകി അടുക്കളയിൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാരണം ലക്ഷ്മി ദേവി വസിക്കുന്നത് വൃത്തിയുള്ള സ്ഥലത്താണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ പഴകിയ സാധനങ്ങൾ മാറ്റണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഞാനിങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ, നല്ലൊരു കണി ഒരുക്കിയത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയാൽ മാത്രമേ ഭഗവാൻ അവിടെ പ്രസാദിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പണം സൂക്ഷിക്കുന്ന അലമാരയും അതിനുപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്താണല്ലോ നമ്മൾ പണം സൂക്ഷിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ മാറാലകളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ വൃത്തിയായിട്ടൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി അലമാരയുടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി ഇച്ചിരി മഞ്ഞളൊക്കെ മുക്കിയ വെള്ളത്തിലാണെങ്കിൽ ഒന്നുകൂടെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പണം വയ്ക്കാൻ ഉപയോഗിക്കുന്ന പേഴ്സ് അതിൽ എന്തെങ്കിലും കീറലോ അല്ലെങ്കിൽ മുഷിഞ്ഞതോ ഒക്കെ ആണെങ്കിൽ വിഷുവിൻ്റെ അന്ന് ഒക്കെ അത് ഉപയോഗിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഞാനീ പറഞ്ഞ പണം വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കുന്ന ആ സ്ഥലം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതിൻ്റെ ഏറ്റവും എന്താണെന്ന് ചോദിച്ചാൽ
ഈ വൃത്തിയില്ലാത്തടത്താണ് മൂദേവി വസിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ നമുക്ക് ലക്ഷ്മി ദേവി അങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് നമ്മുടെ സമ്പത്ത് കൂടുവാൻ വേണ്ടി നമ്മൾ ലക്ഷ്മി ദേവിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ലക്ഷ്മി ദേവി അവിടെ വസിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ പണം വയ്ക്കുന്ന ആ ഒരു സ്ഥലം വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് കൊണ്ട് മാത്രമേ ലക്ഷ്മി ദേവി അവിടേക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഒത്തിരിയും പഴകിയതും കീറിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പറ്റുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ നശിപ്പിച്ച് കളയുന്നതായിരിക്കും നല്ലത്. ഒത്തിരി പഴകിയ തുണികൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതും ഐശ്വര്യത്തിൻ്റെ വിഘ്നം വരുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ വിഷുവിന് മുന്നോടിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു കണിയൊക്കെ ഒരുക്കി വിഷുക്കാലത്തെ നമ്മൾ അതിനായിട്ട് നമ്മൾ വിഷുവിന് വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ആണ് നമുക്ക് നമ്മുടെ വിഷുവിനോട് അനുബന്ധിച്ച് നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.